പ്രജ്ഞാനന്ദ കളിച്ച ഒരു കിടിലൻ അറ്റാക്കിംഗ് ഗെയിം കണ്ടാലോ. ഇവിടെ വൈറ്റ് സൈഡ് കളിക്കുന്ന പ്രജ്ഞാനന്ദയാണ്, ബ്ലാക്ക് കളിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഷക്കരിയാർ മഹമ്മദിയാറവാണ്. ഓസ്ലോ ഇ സ്പോർട്സ് കപ്പ് 2022 ഈ കിടിലൻ ഗെയിം കളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രജ്ഞാനന്ദയാണ് വൈറ്റ് കളിക്കുന്നത്, ബ്ലാക്ക് കളിക്കുന്നത് മഹമ്മദിയാരവ്. പ്രജ്ഞാനന്ദ D4 വെച്ച് കളി കളിക്കുന്നു, മഹമ്മദിയാരവ് D5 കളിക്കുന്നു, C4 C6. അപ്പോൾ സ്ലാബ് ഡിഫൻസ് ആണ്. Knight F3, Knight F6, E3. ബിഷപ്പിനെ ഇവിടെ G4 കളിച്ച് ഈ നൈറ്റിനെ പിൻ ചെയ്യുന്നു. പ്രജ്ഞാനന്ദ H3 കളിച്ച് ഈ ബിഷപ്പിനെ ഓടിക്കാൻ നോക്കുന്നു. ബിഷപ്പ് ഇവിടെ H5 പോകുന്നു. നൈറ്റ് C3, E6, ക്യൂവിനെ B3 കൊണ്ടുവന്നു. പ്രഷർ ഇവിടേക്കുമാണ്, അത് മാത്രമല്ല B7 ക്യൂൻ C7, G4 കളിച്ച് ഈ ഒരു നൈറ്റിൻ്റെ പിൻ ഇവിടെ നിന്ന് മാറി ഈ ഒരു ബിഷപ്പിനെ വീണ്ടും ഓടിക്കുന്നു. ബിഷപ്പ് തിരികെ പോകുന്നു, G6 പോകുന്നു. നൈറ്റിനെ ഇവിടെ E5 വന്നപ്പോൾ ഈ നൈറ്റ് വളരെ പവർഫുൾ ആണ് പ്രജ്ഞാനന്ദയുടെ. നൈറ്റ് B D7, നൈറ്റ് ഇൻറ്റു G6. അപ്പോൾ നൈറ്റ് വെച്ച് ഈ ഒരു ബിഷപ്പിനെ അങ്ങ് ഒഴിവാക്കി. ഈ ബിഷപ്പ് വേണമെങ്കിൽ ഭാവിയിൽ ഇതുപോലത്തെ ത്രെഡ്സ് ഒക്കെ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ബിഷപ്പിനെ ഒഴിവാക്കുന്നത് ഇവിടെ പ്രജ്ഞാനന്ദ. ഇവിടെ F പോൺ വെച്ചെടുക്കോ, H പോൺ വെച്ചെടുക്കോ. F പോൺ വെച്ചെടുത്തു കഴിഞ്ഞാൽ ഈ കിങ് കുറച്ചുകൂടെ വീക്ക് ആവും, അതുകൊണ്ടാണ് H പോൺ വെച്ചെടുക്കുന്നത്. അപ്പോൾ ഈ റൂക്കിന് കുറച്ച് ആക്ടിവിറ്റി കിട്ടി. ബിഷപ്പ് G2, G5 കളിക്കുന്നു. അപ്പോൾ ഇത് തന്നെ തടയാൻ ഈ ഒരു വൈറ്റ് G5 കളിക്കുമെന്ന് പേടിച്ചായിരിക്കും G5 ബ്ലാക്ക് കളിക്കുന്നത്. ബിഷപ്പിന് D2. അപ്പോൾ ഒരുപക്ഷെ ഇവിടെ പ്രജ്ഞാനന്ദ സിഗ്നൽ ചെയ്യുന്ന ക്യൂൻ സൈഡ് ക്യാൻസൽ ചെയ്യുന്നതാണ്. ബിഷപ്പ് E7, ക്യൂൻ സൈഡ് ക്യാൻസൽ ചെയ്യുന്നു. നൈറ്റിനെ B6 കൊണ്ടുവന്ന് ഈ ഒരു C4 അറ്റാക്ക്. പോൺ വെച്ച് പോണിനെ എടുക്കുന്നു. ഇവിടെ ഈ പോൺ വെച്ചെടുക്കോ, അത് ഈ പോൺ വെച്ചെടുക്കോ. ബ്ലാക്ക് ഈ പോൺ വെച്ചെടുക്കുന്നു. കാരണം ഈ കിങ് ഇപ്പോൾ കുറച്ചുകൂടെ വീക്കായി വരികയാണ്. റൂക്കും കൂടെ കണക്ട് ചെയ്ത് വന്നിട്ട് ഈ ഒരു ലൈനിലേക്ക് നല്ല അറ്റാക്ക് പ്രജ്ഞാനന്ദ കിങ്ങിനെതിരെ ഇവിടെ മഹമ്മദിയാരവിന് ചെയ്യാൻ പറ്റും. പ്രജ്ഞാനന്ദ എന്ത് ചെയ്യുന്നു? കിങ് B1 കളിക്കുന്നു. നൈറ്റ് C4 കളിച്ച് നൈറ്റിന് നല്ലൊരു ബ്യൂട്ടിഫുൾ ഔട്ട് പോസ്റ്റ് കൊടുക്കുന്നു ഇവിടെ മഹമ്മദിയാരവ്. പ്രജ്ഞാനന്ദ ബിഷപ്പിനെ ഇവിടെ C1 കളിച്ച് ആ ഒരു ബിഷപ്പിനെ കൊടുക്കാൻ തയ്യാറല്ല. ബിഷപ്പിനെ C1 കളിക്കുന്നു. B5, ഒരു വളരെ രസകരമായൊരു ക്യൂൻ. ഇവിടെ ഒരു പോണിനെ ഇവിടെ സാക്രിഫൈസ് ചെയ്യണം മഹമ്മദിയാരവ്. പ്രജ്ഞാനന്ദ കളിയിൽ പോൺ ടു F4 ആണ് കളിക്കുക. നിങ്ങൾക്ക് ഉണ്ടാവുന്ന സംശയം, ഈ ക്യൂൻ വെച്ചെടുക്കുമ്പോൾ വെറുതെ പോൺ വെച്ചെടുക്കുമല്ലോ, ഇവിടെ ചെക്കും കൂടെയാണല്ലോ. ഈ പൊസിഷനിൽ വെറുതെ നൈറ്റ് B D7 കളിച്ചാൽ മതി. ഇവിടെ നൈറ്റിനെ ഇവിടെ Fൽ നിന്ന് ഇവിടെ D7, നൈറ്റ് FD7 കളിച്ചാൽ മതി. കാരണം ഇപ്പോൾ ഈ പോണിനെ എടുത്തിട്ട് ഈ നൈറ്റ് തിരികെ വന്നതിന് ശേഷം ബ്ലാക്കിൻ്റെ ഐഡിയ ഇതൊക്കെയാണ്. റൂക്ക് B8 കളിക്കുക, ഈ ഒരു ക്യൂനിൻ്റെ ഈ ഒരു ഫയലിലോട്ട് കളിച്ച് ഈ ഒരു B2 ഒരുപാട് ത്രെഡ്സും ഉണ്ട്. നൈറ്റ് A3 പോലത്തെ ചെക്സ് ഒരുപാട് ഇവിടെ ത്രട്ടൺ ചെയ്യുന്നുണ്ട് ബ്ലാക്ക്. ഇവിടെ ബ്ലാക്ക് വിന്നിങ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പോൺ B5 ശേഷം ആ പോണിനെ എടുക്കാൻ പ്രജ്ഞാനന്ദ തയ്യാറാവാത്തത്. പകരം പോൺ F4 കളിക്കുന്നു. B4 കളിച്ച് ഈ നൈറ്റിനെ ഓടിക്കാൻ നോക്കുന്നു. നൈറ്റ് E2 പോകുന്നു. പോൺ വെച്ചെടുക്കുന്നു. നൈറ്റ് വെച്ചെടുക്കുന്നു. G5 കളിച്ച് ഈ നൈറ്റിനെ ഓടിക്കാൻ നോക്കുന്നു. നൈറ്റ് D3 പോകുന്നു. A5. അപ്പോൾ ഇവിടെ ബ്ലാക്ക് ഇവിടെ പിരിമറക്കുവാണ്. A4 കളിച്ച് ഈ ക്യൂവിനെ ഇവിടെ നിന്നൊക്കെ ഓടിച്ചു വിട്ടിട്ട് മാക്സിമം ലൈൻസ് തുറന്ന് പ്രജ്ഞാനന്ദയുടെ കിങ്ങിനെ തീർക്കുക. ഇതാണ് മഹമ്മദിയാരവിൻ്റെ ഉദ്ദേശം. ക്യൂൻ A4 ചെക്കാണ്. കിങ് F8 മൂവ് ചെയ്യുന്നു. ഇവിടെ പ്രജ്ഞാനന്ദ പൊസിഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരു രസകരമായ ഒരു ഐഡിയയിലേക്ക് പോകുന്നു. പോണിന് H4 കളിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കളിക്കുമ്പോഴുള്ള പ്രശ്നം, ഈ ഒരു G4 പോൺ വീക്കായി. എന്തായാലും ബ്ലാക്ക് പ്ലെയർ ആ നൈറ്റ് വെച്ച് പോണിനെ വെട്ടിയെടുത്തു. പ്രജ്ഞാനന്ദ പോൺ വെച്ച് വെട്ടി. ഇപ്പോൾ ഈ കിങ്ങിൻ്റെ F8 അവസ്ഥയെ ഇവിടെ ത്രട്ടൺ ചെയ്യാനാണ്. ഈ രണ്ട് റൂക്കുകളും വെൽ കണക്റ്റഡ് ആയതുകൊണ്ട് ഇങ്ങനെ ഇതുപോലത്തെ റൂക്ക് ടേക്സ് H8 ഐഡിയാസ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് വളരെ കെയർഫുൾ ആവണം. ബ്ലാക്ക് ഇവിടെ കിങ്ങിനെ ഇവിടെ G7 കളിക്കുന്നത്. അത് കളിച്ചില്ലെങ്കിൽ കാരണം ഈ റൂക്ക് വെച്ച് റൂക്കിനെ എടുക്കും. കിങ് ഇവിടെ G7 കളിക്കുന്നു. പ്രജ്ഞാനന്ദ പോൺ G6 കളിക്കുന്നു. കാരണം ഈ പോണിനെ ഇവിടെ പ്രൊട്ടക്ട് ചെയ്യാൻ നല്ല ഐഡിയാസ് ഒന്നും ഇല്ല. G6 കളിച്ചിട്ട് ഈ ഒരു സ്ട്രക്ചർ ഇവിടെ നശിപ്പിക്കുക, ഇതാണ് പ്രജ്ഞാനന്ദയുടെ ഐഡിയ. പക്ഷേ ഇവിടെ മഹമ്മദിയാരവ് അതിനൊന്നും പോകുന്നില്ല. നൈറ്റ് വെച്ചിട്ട് ഇവിടെ സിയിലിരിക്കുന്ന നൈറ്റ് വെച്ചിട്ട് E3 വെട്ടുന്നു. അപ്പോൾ എവിടേക്കൊക്കെയാണ് അറ്റാക്ക്? ഈ ബിഷപ്പിലേക്കും അറ്റാക്കാണ്, ഈ റൂക്കിലേക്കും അറ്റാക്കാണ്. അപ്പോൾ പ്രജ്ഞാനന്ദ എങ്ങനെ ഈ കളിയിൽ ഈനുള്ള മൂവ് കളിക്കുന്നു? വളരെ കിടിലനായിട്ടൊരു മൂവാണ് ഇവിടെ പ്രജ്ഞാനന്ദ കളിക്കുന്നത്. വേണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ആലോചിക്കാവുന്നതാണ്. കണ്ടു നോക്കിയാലോ. ആദ്യം പോൺ വെച്ച് ഈ പോണിനെ എടുക്കുന്നു. അപ്പോൾ ഈ റൂക്ക് എടുത്തോ ഈ ബിഷപ്പ് എടുത്തോ, എന്താണ് ഉദ്ദേശം നോക്കാം.
ബിഷപ്പിനെയാണ് വെട്ടിയെടുക്കുന്നത്. എന്താണ് ഈ റൂക്കിനെ വെട്ടിയെടുക്കാത്തത്? ഈ റൂക്കിനെയും വേണേൽ വെട്ടാം, ബിഷപ്പിനെയോ റൂക്കിനെയോ വെട്ടാം. പക്ഷെ പ്രജ്ഞാനന്ദയ്ക്ക് ഇവിടെ ക്യൂൻ വെച്ച് ഈ നൈറ്റിനെ വെട്ടിയെടുത്ത് ഈ ക്യൂനിലേക്കും ത്രെട്ടാണ്. കിങ് G7-ലാണ്. അപ്പോൾ ഈ ക്യൂനും ബിഷപ്പും നൈറ്റും കൂടെ വന്നിട്ട് ഇവിടെ ഒരു ബ്രില്യൻ്റ് അറ്റാക്ക് ഇവിടെ പ്രജ്ഞാനന്ദയ്ക്ക് കിട്ടും. അപ്പോൾ ഇതുള്ളത് കൊണ്ട് റൂക്കിനെ എടുക്കുന്നത് അത്ര നല്ല ഇതല്ല. അത് മാത്രമല്ല, റൂക്ക് വെച്ച് ഈ നൈറ്റിനെ നൈറ്റ് വെച്ച് റൂക്കിനെ എടുക്കുമ്പോൾ അവിടെ ഒരു 2 പോയിന്റ്സ് അഡ്വാൻറ്റേജ് ആണ് ഇവിടെ കിട്ടുന്നത്. പക്ഷേ ഇവിടെ ഈ ഒരു ബിഷപ്പിനെ എടുക്കുമ്പോൾ ഒരു കംപ്ലീറ്റ് 3 പോയിന്റ്സ് അഡ്വാൻറ്റേജ് ആണ് ഇവിടെ പ്രജ്ഞാനന്ദയ്ക്ക് എതിരെ ഇവിടെ മമ്മദിയാരവിന് കിട്ടുന്നത്. ബിഷപ്പിനെ എടുക്കുന്നു. ഇവിടെ പ്രജ്ഞാനന്ദയുടെ കാൽക്കുലേഷൻ ഇവിടെയാണ് രസകരമാവുന്നത്. റൂക്കിനെ ഇവിടെ G1 കളിച്ച് ഈ നൈറ്റിലേക്കും ഈ നൈറ്റ് മാറിയാൽ മറ്റേ നൈറ്റ് വീഴും. അപ്പോൾ എങ്ങനെ കളിക്കുന്നു? റൂക്ക് H2 കളിച്ച് മമ്മദിയാരവ് ഈ നൈറ്റിനെ കാക്കാൻ നോക്കുന്നു. പക്ഷേ കാര്യമൊന്നുമില്ല. ഇതാ വരുന്നു ബിഷപ്പ് F4, മറ്റൊരു കിടിലൻ മൂവ്. റൂക്കിലേക്കും അറ്റാക്കാണ്, ക്യൂനിലേക്കും അറ്റാക്കാണ്. അപ്പോൾ എന്ത് ചെയ്യും? നൈറ്റ് വെച്ച് ഇവിടെ ബിഷപ്പിനെ എടുക്കുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഈ നൈറ്റ് വെച്ച് എടുക്കേണ്ട ആവശ്യമില്ല. ഐഡിയ തന്നെ എന്താണ്? റൂക്ക് ഇൻറ്റു നൈറ്റ് ചെക്ക്. അപ്പോൾ ചെക്കുമാണ് ഈ ഒരു നൈറ്റിലേക്കും അറ്റാക്ക് ചെയ്യണം. അപ്പോൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നൈറ്റ് അവിടെ പോകും. അവിടെ നൈറ്റ് G6 പോകുന്നു. പതുക്കെ പൊസിഷൻ ഇമ്പ്രൂവ് ചെയ്യുകയാണ് ഇവിടെ പ്രജ്ഞാനന്ദ. നൈറ്റിന് E5 കളിച്ച് ഈ നൈറ്റ് നേടാൻ നോക്കുകയാണ്. എന്ത് ചെയ്യുന്നു ബ്ലാക്ക് ഇവിടെ B3 കളിച്ച് കൗണ്ടർ പ്ലേ ഉണ്ടാക്കാൻ നോക്കുന്നു. അപ്പോൾ ഈ നൈറ്റിനെ സേവ് ചെയ്യാൻ വേണ്ടി ഒരു പക്ഷേ റൂക്ക് H6 പോയിട്ട് ഇതിനെ സേവ് ചെയ്യാൻ നോക്കിയാൽ എന്താണ് കുഴപ്പം? ഇങ്ങനെ സേവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ക്യൂൻ E8 എന്ന് പറഞ്ഞൊരു കിടലൻ മൂവ് ഉണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ തന്നെ വേറെ ഇങ്ങനെ 2 റൂക്കുകളും കൂടെ കണക്ട് ചെയ്തിട്ട് ഈ നൈറ്റിനെ നേടാവുന്നതാണ്. പക്ഷെ അതല്ലാതെ ക്യൂൻ E8 എന്നുള്ള മൂവ് ഇമ്മീഡിയറ്റ്ലി വിന്നിങ് ആണ്. കാരണം എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഒരു പക്ഷേ ഒരു സാമ്പിൾ മൂവായിട്ടുള്ള പോൺ B3 ഒക്കെ കളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു റൂക്കിനെ ഒന്നും വെട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ക്യൂവിനെ വെട്ടിക്കഴിഞ്ഞാൽ വെറുതെ പോൺ വെച്ചെടുത്ത് റൂക്കിനെ വെട്ടി ക്യൂനാക്കുന്നതാണ്. B3 കളിച്ചു കഴിയുമ്പോൾ എങ്ങനെ ഇവിടെ വൈറ്റ് കണ്ടിന്യൂ ചെയ്യുന്നു? റൂക്ക് ടേക്സ് G6 ചെക്ക്. റൂക്ക് വെച്ചെടുത്ത് കഴിയുമ്പോൾ ആദ്യം പോൺ വെച്ച് ക്യൂനായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു. ബിഷപ്പ് വെച്ചെടുക്കുമ്പോൾ ക്യൂൺ ടേക്സ് G6 ചെക്ക്. കിങ് മാറുന്നു. റൂക്ക് H1 ചെക്ക്. അപ്പോൾ ഇതിനെ മറയ്ക്കാൻ ക്യൂൻ വന്നു കഴിഞ്ഞാൽ വെറുതെ ചെക്ക് മേറ്റ്. അപ്പം ബിഷപ്പ് വന്നു കഴിഞ്ഞാൽ റൂക്ക് ടേക്സ് ബിഷപ്പ് വയ്ക്കും, പിന്നെ ചെക്ക് മേറ്റിലോട്ട് പോകും. അപ്പോൾ ഈ ലൈൻ എല്ലാം ഉള്ളത് കൊണ്ടാണ് ഇവിടെ നൈറ്റ് E5 ശേഷം ഈ ഒരു നൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പോകുന്നില്ല. അതിന് പകരം പോൺ B3 കളിക്കുന്നത്. പക്ഷെ ഇതുകൊണ്ടും വലിയ കാര്യമൊന്നുമില്ല. വെറുതെ ക്യൂൻ വെച്ച് പോണിനെ എടുക്കുന്നു. റൂക്ക് B8 കളിച്ച് ഈ ക്യൂവിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നു. റൂക്ക് ടേക്സ് G6 ചെക്ക്. കിങ് മാറുന്നു. ഇവിടെ ഒരു ഫിനിഷിംഗ് ബ്ലോ ഇവിടെ പ്രജ്ഞാനന്ദ കളിക്കുകയാണ്. ഇവിടെ ക്യൂൻ ഇവിടെ പോകാൻ നിൽക്കുവാണ് ഇവിടെ പ്രജ്ഞാനന്ദയുടെ. അപ്പോഴാണ് പ്രജ്ഞാനന്ദ ഒരു കിടിലൻ മൂവ് കളിക്കുന്നത്. വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് ആലോചിക്കുന്നതാണ് നിങ്ങൾക്ക് പ്രജ്ഞാനന്ദയുടെ ആ കിടിലൻ മൂവ് ഒന്ന് കണ്ടു നോക്കിയാലോ. റൂക്ക് G2. ക്യൂനെടുത്തോളൂ, എനിക്ക് ഇവിടെ ചെക്ക് മേറ്റ് ത്രെഡ്സ് ഉണ്ട് എന്നുള്ള രീതിയിൽ പ്രജ്ഞാനന്ദ. ഇതിൻ്റെ ഐഡിയ നൈറ്റ് സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു, പോണി സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ ഈ റൂക്ക് വെച്ച് റൂക്കിനെ വെട്ടിയ ചെക്ക് മേറ്റ് ആണ്. ഈ പൊസിഷനിൽ മമ്മദിയാരവ് റിസൈൻ ചെയ്യുകയാണ്. കാരണം എന്താണ്? ത്രെട്ട് എന്താണ്? ഈ റൂക്ക് വെച്ച് ഈ റൂക്കിനെ എടുക്കുക. അപ്പോൾ ഈ റൂക്ക് വെച്ച് ഇതിനെ എടുത്തില്ലെങ്കിലോ? ഇനി ഈ റൂക്ക് വെച്ച് ഇതിനെ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാലോ അത് ക്യൂൻ H3 ഇവിടെ ഒരു നെറ്റിലോട്ട് പോകും. അപ്പോൾ ഇനി ബിഷപ്പ് ഇടയിൽ വരാവുന്നേ ഉള്ളൂ, മീറ്റിംഗ് അറ്റാക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി ക്യൂവിനെ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നേരത്തെ കണ്ടുപോലെ റൂക്ക് ഇൻറ്റു H2 ചെക്ക്. അപ്പോൾ എന്തെങ്കിലും വരും? ഈ ഒരു ബിഷപ്പ് ഇടയിൽ വരേണ്ടി വരും, അല്ലെങ്കിൽ റൂക്ക് ഇടയിൽ വരേണ്ടി വരും. അപ്പോൾ റൂക്ക് ഇവിടെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ റൂക്ക് ഇൻറ്റു H3 ചെക്ക്. ഇനി വെറുതെ വേണമെങ്കിൽ കിങ് G7 കളിച്ചു വെക്കാന്നേ ഉള്ളൂ. കിങ് G7 കളിച്ചിട്ടും കാര്യമൊന്നുമില്ല. റൂക്ക് G1 ചെക്ക്. അപ്പോൾ ഇനി എങ്ങോട്ട് പോകും? ഇനി പോകാൻ ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ നേരെ മെയ്റ്റ് ആയി പോകും. വേറെ എവിടേക്ക് പോകും? കിങ് F8 പോയാൽ മെയ്റ്റ് ആയി പോകും. കിങ് F6 പോയാലോ? ഇവിടേക്ക് കളിച്ചാലും മെയ്റ്റ് ആയി പോകും. അപ്പോൾ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യും? ഇനിയിപ്പോൾ ഈ പൊസിഷനിൽ ബിഷപ്പ് G5 ആണ് ആകെ കളിക്കാനില്ല. ഇവിടെയും റൂക്കിൻ്റെ G5 ചെക്ക്. അപ്പോൾ ഓൾറെഡി പൊസിഷനിൽ ഇപ്പോൾ ഒന്നും തന്നെ ചെയ്യാനില്ല. ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ ക്യൂനാക്കുന്നതാണ്. വെട്ടിക്കഴിഞ്ഞാലോ ഒരുപാട് ഇതുപോലത്തെ ത്രെഡ്സ് ഉണ്ട്. ഇവിടെ എന്തായാലും പ്രജ്ഞാനന്ദ ജയിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു മൂവിന് ശേഷം, ഈ ഒരു റൂക്ക് G2 എന്നുള്ള മൂവിന് ശേഷം ഇവിടെ പ്രജ്ഞാനന്ദയുടെ ഒപ്പോണൻ്റ് ആയിട്ടുള്ള മമ്മദിയാരവ് റിസൈൻ ചെയ്യുകയാണ്. ഒരു കിടിലൻ ക്യൂൺ സാക്രിഫൈസോടെ മനോഹരമായി പ്രജ്ഞാനന്ദ ഈ ഗെയിം ഫിനിഷ് ചെയ്യുന്നു. ഈ ഒരു ക്യൂൺ സാക്രിഫൈസ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണാം.